ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കി. ജമ്മുകാശ്മീരിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ബില്ലുകൾ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെലങ്കാന മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പാർട്ട് ടൈം ജോലി തട്ടിപ്പും നിക്ഷേപ തട്ടിപ്പും നടത്തുന്ന 100-ലധികം വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലും ലക്ഷദ്വീപിലും പര്യടനം തുടരുന്നു. കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ തൃശൂർ ജില്ലാ പര്യടനം പൂർത്തിയായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മിഗ്ജോങ് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി. ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ഉത്തരാഖണ്ഡ് ആഗോള നിക്ഷേപക ഉച്ചകോടി 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. സമാധാനം, സമൃദ്ധി എന്ന പ്രമേയങ്ങളാണ് ആസ്പദമാക്കിയാണ് 2 ദിവസത്തെ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിനെ ഒരു പുതിയ നിക്ഷേപ കേന്ദ്രമായി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഉച്ചകോടിയിൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് നിക്ഷേപകരും പ്രതിനിധികളും പങ്കെടുക്കും. ശീതകാല സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ, ജമ്മുകശ്മീർ സംവരണ ഭേദഗതി ബിൽ എന്നിവ ലോക്സഭ പാസാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 70 വർഷമായി അവഗണിക്കപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുകയാണ് ബില്ലുകളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കാശ്മീരിലെ കുടിയേറ്റ സമൂഹം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ബില്ലുകൾ ഏറെ പ്രയോജനം ചെയ്യുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. किसी भी समाज में जो डिप्राइव लोग होते हैं उनको आगे बढ़ाना चाहिए. ये भारतीय संविधान की मूल भावना है, परंतु उसके साथ साथ इसका सम्मान न कम हो इस तरह से आगे बढ़ाना चाहिए. अधिकार देना और अधिकार सम्मान के साथ देना दोनों में बड़ा फर्क है कि अगर हमें पिछड़ा वर्ग के लोगों के प्रति जरा भी संवेदना है तो नाम के साथ उनका सम्मान जुड़ा है. ये बिल उनको अधिकार देने का है. ജമ്മുകശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഗുണകരമായ ആവാസ വ്യവസ്ഥ അവസാനിപ്പിക്കുക എന്നതിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇതുവരെ 45,000 പേർക്കാണ് ജമ്മുകാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 90 ഉയർത്തുന്നതാണ് പുനഃസംഘടനാ ഭേദഗതി ബിൽ. കൂടാതെ നിയമസഭയിലെ 7 സീറ്റുകൾ പട്ടികജാതിക്കാർക്കും 9 സീറ്റുകൾ പട്ടികവർഗ്ഗക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾ, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന മറ്റു വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് സർക്കാർ നിയമനങ്ങളിൽ സംവരണം നൽകുന്നത് സംബന്ധിച്ചുള്ളതാണ് ജമ്മുകാശ്മീർ സംവരണ ഭേദഗതി ബിൽ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മുകാശ്മീരിലും ലഡാക്കിലും പുരോഗമനപരമായ മാറ്റങ്ങളാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അഭിപ്രായപ്പെട്ടു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവയുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമീപകാലത്ത് ജമ്മുകാശ്മീരിലെ ടൂറിസം മേഖല അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം സംബന്ധിച്ച ചർച്ചകളും ഇന്ന് രാജ്യസഭയിൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ രാജ്യത്ത് 36 ഇടങ്ങളിൽ ഒരു ദേശം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കിയതായി കേന്ദ്രം. ലോക്സഭയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ 100% റേഷൻ കാർഡുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ടെന്നും 99%-ലധികം റേഷൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച 10 BJP എംപിമാർ രാജിവെച്ചു. നരേന്ദ്രസിംഗ് തോമർ, പ്രഹ്ലാദ് സിംഗ് പട്ടേൽ, രാകേഷ് സിംഗ്, ഉദയ് പ്രതാപ്, റിതി പഥക്, അരുൺ സാവോ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, ദിയ കുമാരി, കിരോഡി ലാൽ മീണ എന്നിവരാണ് രാജിവെച്ചത്. എംപിമാരായ ബാബ ബാലക്നാഥും രേണുക സിംഗും പിന്നീട് രാജി നൽകും. രാജിക്കത്ത് നൽകുന്നതിന് മുന്നോടിയായി BJP എംപിമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രഹ്ലാദ് സിംഗ് പട്ടേലും നരേന്ദ്രസിംഗ് തോമറും കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്നും സൂചനയുണ്ട്.
തെലങ്കാന മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് റേവന്ത് റെഡ്ഡി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10-ന് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. തെലങ്കാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകും 54-കാരനായ റേവന്ത് റെഡ്ഡി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിന് നേതൃത്വം നൽകിയ റേവന്ത് റെഡ്ഡിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ എംഎൽഎമാർ ഐകകണ്ഠേന ആവശ്യപ്പെട്ടതായി എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അറിയിച്ചു. മിസോറാം മുഖ്യമന്ത്രിയായി സോറം പീപ്പിൾസ് മൂവ്മെന്റ് നേതാവ് ലാൽ ദുഹോമ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. 40 സീറ്റിൽ 27 വിജയിച്ചാണ് മിസോറാമിൽ അധികാരത്തിലെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പാർട്ട് ടൈം ജോലി തട്ടിപ്പും നിക്ഷേപ തട്ടിപ്പും നടത്തുന്ന 100-ലേറെ വെബ്സൈറ്റുകൾ ആഭ്യന്തര മന്ത്രാലയം ബ്ലോക്ക് ചെയ്തു. ഇത്തരം വെബ്സൈറ്റുകൾ അനധികൃത പണമിടപാടുകൾ നടത്തുന്നതായി മന്ത്രാലയം കണ്ടെത്തി. തട്ടിപ്പ് സംബന്ധിച്ച ഫോൺ നമ്പറുകളും സമൂഹ മാധ്യമ അക്കൌണ്ട് വിവരങ്ങളും ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അറിയിക്കണമെന്ന് മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര പദ്ധതികളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലും ലക്ഷദ്വീപിലും പുരോഗമിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ ജനങ്ങളുമായി സംവദിച്ചു. ഉജ്ജ്വല യോജനയിലൂടെയുള്ള സൌജന്യ LPG കണക്ഷൻ വിതരണം, സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, വായ്പാ വിതരണം, ആധാർ സേവനങ്ങൾ, കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ ഉപയോഗം, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലാണ് യാത്ര നടക്കുന്നത്. വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരത്തെ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കാഞ്ഞിരംകുളം, ആറാലുമൂട് എന്നിവിടങ്ങളിലും, കൊല്ലം ജില്ലയിലെ ഏരൂർ, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിലും, പത്തനംതിട്ടയിലെ പന്തളം തെക്കേക്കരയിലും, പള്ളിക്കോടും, ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളി, അരൂക്കുറ്റി എന്നിവിടങ്ങളിലും ഇന്ന് പരിപാടികൾ നടന്നു. കോട്ടയത്തെ പനച്ചിക്കാട് പഞ്ചായത്തിലും, ഇടുക്കിയിൽ വണ്ണപ്പുറത്തും, എറണാകുളത്ത് തുറവൂർ, കാലടി പഞ്ചായത്തുകളിലും, പാലക്കാട് എരിമയൂർ, ആലത്തൂർ പഞ്ചായത്തുകളിലുമാണ് ഇന്ന് വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തിയത്. മലപ്പുറത്തെ തിരുവാലി, തൃക്കലങ്ങോട്, കോഴിക്കോട് കാക്കൂർ, തലക്കുളത്തൂർ, കണ്ണൂർ, ഉദയഗിരി, ആലക്കോട്, വയനാട് മീനങ്ങാടി, കാസർഗോഡ് പെരുമ്പള, ചെങ്കള പഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടന്നു. ലോകത്തിലെ വികസിത മധ്യവരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധികൾക്കിടയിലും കേരളം മുന്നേറുകയാണെന്നും തനത് ആഭ്യന്തര പ്രതിശീർഷ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തൃശൂർ ജില്ലയിലെ നവകേരള സദസ്സ് ഇന്ന് പൂർത്തിയായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാളെ എറണാകുളം ജില്ലയിലെ പര്യടനം ആരംഭിക്കും. ചാലക്കുടി, അങ്കമാലി, ആലുവ, പറവൂർ എന്നിവിടങ്ങളിൽ പരിപാടികൾ നടക്കും. പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്ക് GST നിർണ്ണയിക്കുന്നതിൽ വ്യക്തത വരുത്തി GST നിയമ ഭേദഗതിക്ക് ഓർഡിനൻസ് കൊണ്ടുവരാൻ കേരള മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഓൺലൈൻ ഗെയിമിംഗ്, കാസിനോ, കുതിരപ്പന്തയം തുടങ്ങി പണം വെച്ചുള്ള പന്തയങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ GST നിയമത്തിലുണ്ടായിരുന്ന അവ്യക്തതകൾ നീക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഓർഡിനൻസിൽ ഉൾപ്പെടുത്തും. കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഭേദഗതികൾക്ക് പ്രാബല്യം നൽകിയായിരിക്കും ഓർഡിനൻസ് ഇറക്കുക. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മിഗ്ജോങ് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറി. വടക്ക് കിഴക്ക് തെലങ്കാനയ്ക്കും ഒഡീഷയുടെയും ഛത്തീസ്ഗഡിന്റെ തെക്കൻ പ്രദേശത്തും ആന്ധ്രാതീരത്തും ചുഴലിക്കാറ്റിന്റെ പ്രഭാവം അനുഭവപ്പെട്ടു. ചുഴലിക്കാറ്റ് വൻ നാശം വിതച്ച ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ, തിരുപ്പതി ജില്ലകളിൽ NDRFും സംസ്ഥാന ഏജൻസികളും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മിഗ്ജോങ് ചുഴലിക്കാറ്റിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലുണ്ടായ ജീവഹാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ദുരിതബാധിതരെ സഹായിക്കാൻ അധികാരികൾ അക്ഷീണം പ്രവർത്തിക്കുകയാണെന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായും സാധാരണ നിലയിലാകുന്നതുവരെ പ്രവർത്തനം തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ ആദ്യ മത്സരം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 6.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കി. ജമ്മുകാശ്മീരിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ബില്ലുകൾ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെലങ്കാന മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് റേവന്ത് റെഡ്ഡി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പാർട്ട് ടൈം ജോലി തട്ടിപ്പും നിക്ഷേപ തട്ടിപ്പും നടത്തുന്ന 100-ലധികം വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലും ലക്ഷദ്വീപിലും പര്യടനം തുടരുന്നു. കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ തൃശൂർ ജില്ലാ പര്യടനം പൂർത്തിയായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മിഗ്ജോങ് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി. ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.